ഇത് അടിപൊളി ടേസ്റ്റാന്ന് അവനത് ഫുള്ളും വെട്ടിവാരി കഴിച്ചീർക്കും. അതുകൊണ്ട് അവൾ സന്തോഷിച്ചിരിക്കുമ്പം അവനാണ് ഓരോ ദിവസവും ഇവളുടെ കഴിവ് കൂടിക്കൊണ്ടേയിരിക്കുമെന്നറിഞ്ഞ് അവൻ ഭയങ്കര തൃപ്തിയായി നിറയും. അപ്പോഴാണ് അവളും ഇവളിങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഈ ഫുഡ് ഉണ്ടാക്കി തരുന്നെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇവളുടെ അമ്മ എന്തെയും ചോദിക്കും. അപ്പോഴാണ് അവളും കൊച്ചിലെ തന്നെ അവളുടെ അമ്മ മരിച്ചോ എന്ന് പറയുമ്പം ഇത് കേട്ട് അവനെ വിഷമിച്ച് ഇവൾ കുറേ കഷ്ടപ്പെട്ടായിരിക്കും ജീവിച്ചതെന്നറിഞ്ഞ് അവനെ പോലെ തന്നെ ഇവൾ ഓർത്ത് സങ്കടപ്പെടും. അതിനുശേഷം ഇവളുടെ അച്ഛൻ എവിടാന്ന് പറഞ്ഞ് തിരക്കുമ്പം അവളാണ് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും രാജാവ് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ സത്യത്തിൽ ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് എൻ്റെ മറ്റേ ഹാൻഡ് ബാഗ് കിട്ടിയ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, അതിനകത്തൊരു ബുക്കുണ്ട് എന്ന് ഇവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് അവൻ ഓർത്തെടുത്തിട്ട് അന്ന് ഇവൻ ആ മലയിൽ നിന്ന് പൊക്കിയെടുത്ത് എറിഞ്ഞ സാധനത്തിനെ കുറിച്ചാണോ ഇവൾ സംസാരിക്കുന്ന അറിഞ്ഞ് ഇവൻ ഓർത്തെടുത്ത് എങ്കിൽ പിന്നെ ഇവന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവൾ മേടിച്ചിട്ട് അതൊക്കെ പറയുവാണ് പിന്നെ ഹിസ്റ്ററി മൊത്തത്തിൽ മാറിപ്പോന്നറിഞ്ഞ് അവളൊന്നും പറയാതെ ഇവന്റെ അടുത്തുള്ളവർ മാത്രം സൂക്ഷിച്ചിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും ചിരിച്ചിട്ട് ഇവൾ പോയതിനു ശേഷം ഇവൾ ഇതുവരെ ഉണ്ടാക്കിയ ഫുഡെല്ലാം അവനൊരു ബുക്കിനകത്ത് വരച്ച് എഴുതി വെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവനും ആ ബുക്കിന്റെ പേര് എന്തോ എഴുതണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പം ഇവൾ ഏത് ബുക്ക് വായിച്ചിട്ടാണ് ഇവിടെ കൊന്ന് ആ സെയിം പേര് തന്നെ ഇവൻ ആ ബുക്കിന്റെ അവിടെ എഴുതി. അങ്ങനെ ഇവനിപ്പോ എഴുതുന്ന ഈ ബുക്ക് കാരണമാണ് അവൾ ഫ്യൂച്ചറിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഇവനിപ്പോ ആ ബുക്കിന് പേര് കൊടുത്ത ഉടനെ അവളുടെ ഇരുന്ന ബുക്കിന്റെ പവറെല്ലാം നഷ്ടപ്പെടുന്ന പോലെ കാണിക്കും. അതിനുശേഷം രാജാവിന് വേണ്ടി സീക്രട്ട് ആയിട്ട് അന്വേഷണം നടത്തുന്ന മറ്റേ ഗോങ്കിലാണ് രാജാവിന്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവരൊരാളെ പറഞ്ഞയച്ചാണ്. അങ്ങനെ അവനും കുറെ ആൾക്കാർ വന്ന് കൊന്നിട്ടോ എന്ന് പറയുമ്പം ഇത് കേട്ട് രാജാവിൻ ദേഷ്യത്തി അവന്റെ അമ്മയ്ക്ക് നടന്ന സംഭവത്തിനെ കുറിച്ച് ഇവൻ അറിയാതിരിക്കാൻ ഇവിടെ ഉള്ളവരൊക്കെ കുറെ പ്ലാൻ ചെയ്യുമെന്നറിഞ്ഞ് അവൻ ഇവിടെ ദേഷ്യത്തിരിക്കും. കാരണം ഇവന്റെ അമ്മയെ എല്ലാരും കൂടെ മനഃപൂർവ്വം കൊന്നതായിട്ടാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവനും ഇവന്റെ അമ്മൂമ്മ തൊട്ട് എല്ലാരും ആലോചിച്ച് നോക്കി ഇവരാരും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് അവൻ അന്ന് രാത്രി ഫുള്ള് ഫിറ്റായി ബോധമില്ലാതിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജോലിക്കാരും രാജാവ് ഇങ്ങനെ കഴിക്കാതെ ഇതൊന്നും കുടിക്കില്ലെന്നറിഞ്ഞ് അവരൊക്കെ അപ്പം തന്നെ ആ രാത്രി സമയത്തും ജിയോങ്ങിനെ വിളിച്ചൊരുത്തി രാജാവിന് വേണ്ടി പാചകം ചെയ്യാൻ പറയും. അതുകൊണ്ട് അവളും ദേഷ്യത്തി ഇവന് കഴിക്കാൻ വേറെ സമയമൊന്നുമില്ലെന്നറിഞ്ഞ് അവൾ ഫുഡൊക്കെ ആയിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവൻ പെട്ടെന്ന് ബോധമില്ലാതെ വീണു പോകും. ഇതുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ച് ഉണർത്താൻ നോക്കുമ്പം അവനാണ് ഗിന്നി ഇവിടെ വന്നോന്നറിഞ്ഞ് പെട്ടെന്ന് അവളെ പിടിച്ച് അടുപ്പിച്ചിട്ട് അവളെ പോകാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവള് പേടിച്ച് ഇവൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവനെ തന്നെ നോയിക്കൊണ്ടിരിക്കുമ്പം അവനും പെട്ടെന്ന് കരഞ്ഞോണ്ട് ആ ബോധമില്ലാത്ത അവസ്ഥയെ തന്നെ പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ കിസ് ചെയ്യും. ഇപ്പൊ രാജാവ് ബോധമില്ലാതെ ഇവളെ കിസ് ചെയ്തത് അവള് ഭയങ്കര ദേഷ്യത്തി അവിടത്തെ ഉണക്കമീനൊക്കെ അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് എല്ലാരും കൂടെ ഇവൾക്ക് പെട്ടെന്ന് എന്തോ പറ്റിയെന്ന് അറിഞ്ഞ് അവരൊക്കെ ആകെ പേടിച്ചു വരികയും. അങ്ങനെ അതിനുശേഷം രാവിലത്തെ ആഹാരമായിട്ട് ഇവള് രാജാവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ ആ കിസിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ദേഷ്യത്തിരിക്കും. പക്ഷെ ഇവൻ അതിനെ കുറിച്ച് ഒരു പിടിയില്ലാതെ ഇന്നലെ എന്തുമായിരുന്നു സംഭവിച്ചെന്നറിഞ്ഞ് അവനതൊക്കെ ഓർത്ത് നോക്കി ഒരു ചെറിയ ടെൻഷനിൽ തന്നെ കാണും. അതിനുശേഷം അവളും ഫുഡ് എടുത്ത് ഇവന് വിളമ്പിയിട്ട് ഈ നല്ലോണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അവനോട് കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിക്കുമ്പം അവനാണ് ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചെന്നറിഞ്ഞ് എല്ലാരും പുറത്തേക്കാക്കിയിട്ട് ഇവളോട് മാത്രം അവൻ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കും. അപ്പോഴാണ് അവളും ഇന്നലെ നടന്ന ഒന്നും ഓർമ്മയില്ല രാജാവെന്നറിഞ്ഞ് അവൾ തിരിച്ച് അങ്ങോട്ടേക്ക് ചോദിക്കുമ്പം അവനും ബോധമില്ലാത്തോണ്ട് എന്തോ സംഭവിച്ചൊന്നും ഓർമ്മയില്ലെന്നറിയും. അതുകൊണ്ട് ഇവള് തന്നെ ആ കിസിനെ കുറിച്ചൊന്നും പറയാതെ എന്തായാലും ഇനി രാത്രി സമയത്ത് അവനെ ഡ്രിങ്ക് ചെയ്യലെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ഇനി അത് ആവർത്തിക്കത്തില്ലെന്നറിഞ്ഞ് അവൻ ബാക്കിയെല്ലാവരെയും വിളിച്ച് ആഹാരം തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറയും. അതിനുശേഷം അവളൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് പോകുമ്പം ഇവനാണ് സത്യം എന്തോ സംഭവിച്ചെന്നറിഞ്ഞ് അവനും ചെറിയ പേടിയിലൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഇന്നലെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ അങ്ങേരെ വിളിച്ചിട്ട് ഇന്നലെ എന്തോ നടന്നതെന്ന് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അയാളും രാജാവ് ആ ലേഡിയെ കിസ് ചെയ്തെന്നറിഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അതോടെ അവന് ഷോക്കായിട്ട് അവൻ അങ്ങനെ ചെയ്തോന്നറിഞ്ഞ് അവനോലും വിശ്വസിക്കാനൊക്കത്തില്ല. കൂടാതെ രാജാവായിട്ട് ഒരു ജോലിക്കാരെ കിസ് ചെയ്ത് ഇവൻ എന്തിനാ പേടിക്കുന്നെന്ന് പറഞ്ഞ് അവൻ ചെയ്ത് ഒരിക്കലും തെറ്റല്ലെന്ന് പറഞ്ഞ് വീണ്ടും ധൈര്യത്തിലാകും. അതിനുശേഷം പുറത്ത് ജിയോങ്ങും അവൾ രാജാവിനെ തെറി വിളിച്ചോണ്ടൊക്കെ വരുമ്പം അവിടേക്ക് വരുന്ന ഗൊങ്കിലാണ് ഇവൾ ആരെ എത്ര സ്വീറ്റ് ആയിട്ട് തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് നിൽക്കും. അപ്പോഴാണ് ഇവനെ കണ്ട് അവളാണ് ഇവനല്ല അന്ന് മാസ്ക് ഇട്ട് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് ഇന്ന് വല്ലതും കോമാളിത്തരം കാണിക്കാൻ വേണ്ടിയാണ് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതിനു വേണ്ടി ഒന്നല്ല ഇവളുടെ കൂടെയുള്ള മറ്റേ ആ ഗിൽഗും എന്ന് പറഞ്ഞ പെങ്കൊച്ചിന് ഇപ്പൊ ഓക്കെ ആണോ ചോദിക്കും. അപ്പോഴാണ് ഇവനിങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും ആ മത്സരത്തിൽ വെച്ച് ഗിൽഗുമിനെ ആരാണ്ട് കൊല്ലാൻ നോക്കിയപ്പോൾ ഇവനാ വന്ന് രക്ഷിച്ചെന്ന്. അതുകൊണ്ട് അവളും കൊല്ലാൻ നോക്കിയത് ആരാന്ന് കണ്ടുപിടിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് അത് കണ്ടുപിടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് എന്തായാലും അവൾ ഓക്കെ ആയ സ്ഥിതിക്ക് അവളെ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ജിയോങ്ങിനോട് സംസാരിച്ചിട്ട് ഇവനാണ് ഒരു ഹെയർ പിൻ എടുത്ത് ഇങ്ങനെ കൈ വെച്ചേക്കും. കാരണം ആ മൊക്ജുന്റെ ആള് ഗിൽഗുമിനെ കൊല്ലാൻ വന്നപ്പോൾ അവരുടെ ഹെയർ പിൻ മിസ് ചെയ്തിട്ട് പോയി കാണും. അങ്ങനെ അതെടുത്ത് വെച്ച് ഇവനിപ്പോ നോക്കുമ്പോഴാണ് കൊച്ചിലെ ഇവന്റെ ചേച്ചി മരിച്ചു പോയപ്പോൾ ഈ ഹെയർ പിന്റെ ഒരു ഭാഗമാണ് അവന്റെ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നത്. അതിനർത്ഥം ഗിൽഗുമിനെ കൊല്ലാൻ നോക്കി അതേ സ്ത്രീ
സ്ത്രീയാണ് ഇവന്റെ ചേച്ചിയെ കൊന്നെന്ന് ഇവൻ ഉറപ്പായി. പക്ഷെ അതാരാന്ന് ഇവൻ ഇനി വേണം കണ്ടെത്താൻ. അതിനുശേഷം ഇവിടെ രാജാവും അവന്റെ ചീഫ് സെക്രട്ടറിയോട് ജിയോങ് കുറച്ച് ദേഷ്യത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഇവൻ എന്തുവാ ചെയ്യേണ്ടതെന്ന് ഇങ്ങേരോട് കുറച്ച് ഐഡിയ ചോദിച്ചു നോക്കും. അപ്പോഴാണ് ചീഫ് സെക്രട്ടറിയും പെണ്ണുങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത സമാധാനാവെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും എന്തുമാതിരി ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് വല്ലതും പൈസയോ അല്ലെ സ്വർണ്ണമാണോ അവർ ആഗ്രഹിക്കുന്നതെന്ന് ഇവൻ ചോദിക്കും. അപ്പോഴാണ് സെക്രട്ടറിയും അതൊന്നും വാങ്ങിച്ചു കൊടുത്താൽ പോരെന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അത് തന്നെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി പറയും. ഇത് കേൾക്കുന്ന രാജാവും അവൾക്ക് എന്ത് തേങ്ങ ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു ബിസിനസ് ഡീലായിട്ട് ചൈനയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇപ്പൊ ഇവരുടെ രാജ്യത്തിലേക്ക് വന്നേക്കുക. അങ്ങനെ അതുകൊണ്ട് മന്ത്രിമാരൊക്കെ ഈ തവണ ചൈനക്കാര് കുറെ സാധനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവരുടെ രാജ്യത്ത് നിന്ന് 50 പെണ്ണുങ്ങളെയും കൂടിയ സ്വർണ്ണമൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് ആ കാര്യങ്ങളൊക്കെ പറയുമ്പം ഇതേക്കുന്ന രാജാവും ദേഷ്യത്തി. അങ്ങനെ അവര് ചോദിക്കുന്നതൊക്കെ തിരിച്ചു കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവര് ഫുഡ് സപ്ലൈസ് എത്രമാത്രം ഇവിടെ തരുന്നോ അതിന്റെ അത്രയും തിരിച്ചു കൊടുക്കത്തോളം പറഞ്ഞ് ഇവന്റെ തീരുമാനം പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന മന്ത്രിമാരൊക്കെയാണ് പേടിച്ചിട്ട് അങ്ങനെ അവർ എതിർക്കുവാണ് ഒരു യുദ്ധം തന്നെ വരും എന്നറിഞ്ഞ് രാജാവിന്റെ തീരുമാനത്തിനെ മാറ്റാൻ പറയുമ്പം ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി. അവന്റെ തീരുമാനത്തിനെ ചോദ്യം ചെയ്യണമെന്നറിഞ്ഞ് യുദ്ധം വന്നാലും അതിനെ എതിർക്കാനുള്ള ശക്തി ഇവർക്കുണ്ടെന്നറിയും. അങ്ങനെ അതുകൊണ്ട് അവൻ എടുത്തിയ തീരുമാനം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പം അതേസമയം മറ്റേ ഗൊങ്കിലാണ് രാജാവിനെ കാണാൻ വന്നിട്ട് അവന്റെ അമ്മയുടെ മരണത്തിനെ കുറിച്ച് ഇവനൊരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നറിഞ്ഞ് അവനെ അത് അന്വേഷിക്കാൻ വേണ്ടി പോവാന്നറിയും. അങ്ങനെ അതുകൊണ്ട് അവന് സീക്രട്ടായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഗൊങ്കിലിനെ പറഞ്ഞയക്കുമ്പം അതേസമയം മൊക്ജ രാജാവിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കാന്നറിയും. പക്ഷെ അവനാണ് ഇപ്പൊ മൂഡില്ലാതെ അത് പിന്നെ ആകാന്നറിഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞ് അവളാണ് ദേഷ്യത്തി. ഇവൾ ഇപ്പോഴൊന്നും രാജാവ് കാണാൻ സമ്മതിക്കുന്നില്ലെന്നറിഞ്ഞ് അവൾക്ക് നല്ല ദേഷ്യമാവും. അതിനേശം ഇവിടെ രാജാവും അവന്റെ അമ്മ എങ്ങനാണോ മരിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്തു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവന്റെ കൺമുമ്പിൽ വെച്ചാണ് ഇവന്റെ സ്വന്തം അച്ഛൻ അവന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ട്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അവനും സങ്കടത്തിൽ എങ്ങോട്ടേക്കാ പോകുന്നതെന്നറിയാതെ അവൻ വന്ന് നിൽക്കുന്നത് ജിയോങ് ജോലി ചെയ്യുന്ന കിച്ചന്റെ അടുത്തേക്കാണ്. അങ്ങനെ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും കൂടെ ഇത് പാചകം ചെയ്യുന്ന സ്ഥലമാണ് രാജാവെന്ന് പറഞ്ഞ് അവരൊക്കെ പറയുമ്പം ഇവനും പെട്ടെന്ന് ബോധം വന്നിട്ട് അവൻ എന്തിനാ അവന്റെ അമ്മയെ കുറിച്ച് ഓർത്തപ്പോ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് അവന്റെ മുറിയിലേക്ക് ചെല്ലും. അങ്ങനെ അന്ന് രാത്രി അവന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് അവന് ഫുഡൊന്നും വേണ്ടെന്ന് പറയുമ്പം ഈ കാര്യം അറിയുന്ന ജിയോങ് ആണ് രാജാവ് അങ്ങനെ പറഞ്ഞാലും ഇവൾക്ക് ആഹാരം ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ എന്തായാലും എന്നത്തെയും പോലെ ഫുഡ് ഉണ്ടാക്കുന്നതിനെ തീരുമാനിക്കും. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ പാചകം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അതിലൊരു കുക്കാണ് മറ്റേ മൊക്ചു ജിയോങ് ഉണ്ടാക്കുന്ന ഫുഡിനകത്ത് എന്തോ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം തന്നാണ്. അങ്ങനെ അതെടുത്ത് കൈ വെച്ചോണ്ട് അത് ചേർക്കണോ വേണ്ടെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതിനെ ശിവർ ആഹാരം എടുത്തോണ്ട് രാജാവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പം അവനാണ് വേണ്ടെന്ന് പറയും. അങ്ങനെ ഓരോ ഫുഡുമായിട്ട് ഇവരെ രാവിലെ ഉച്ചയ്ക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമ്പം എല്ലാ സമയത്തും അവൻ വേണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇവളത് വെറുക്കാതെ ഓരോ പ്രാവശ്യം രാജാവിന് വേണ്ടി ആഹാരം ഉണ്ടാക്കിയിട്ട് ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് രാജാവ് ഫുഡ് കഴിക്കാത്തെന്ന് പറഞ്ഞ് ഇവൾ അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ ചന്ദ്രനകത്തൊക്കെ ഇവൾക്ക് അവനെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഇവൾക്ക് ഇത് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളെ തന്നെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെ രാജാവും ഈ സമയം ഫുള്ളും ജിയോങ്ങിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനും വിശപ്പായതുകൊണ്ടാണോ അവളെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത്, അല്ലെ അവളെ കുറിച്ചുള്ള ഓർമ്മ വരുന്നുണ്ടാണോ ഇവന് വിശപ്പ് തോന്നിയെന്ന് അറിഞ്ഞ് അവന് ഓർത്തു നോക്കി ഇപ്പൊ അവന് കഴിക്കാൻ തോന്നുമെന്ന് അറിഞ്ഞ് ഇവരൊക്കെ ആഹാരം കൊണ്ടുവരാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവരെല്ലാം സന്തോഷത്തി അടുത്ത സെക്കൻഡ് തന്നെ ആഹാരം ഉണ്ടാക്കി ഇവന്റെ മുറിയിലേക്ക് കൊണ്ടുവരുമ്പം അവൻ ഇവളെ കണ്ടിട്ട് ഇപ്പൊ കുറെ ദിവസമായെന്ന് അറിഞ്ഞ് അവനും കുറച്ച് സന്തോഷത്തിലേക്ക് ഇരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് എന്തോന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഇന്നത്തെ ഫുഡ് ചിക്കൻ സൂപ്പാന്ന് പറഞ്ഞ് ഇത്രയും ദിവസം രാജാവ് ആഹാരം കഴിക്കായിരുന്നോണ്ട് ഇത് കഴിക്കുവാണ് ബോഡിയൊക്കെ കുറച്ച് റിലാക്സ് ആണെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവന് മറ്റേ ലേഡിയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവനിത് കഴിച്ചു നോക്കുമ്പോഴാണ് അവനിത് ഒത്തിരി ഇഷ്ടപ്പെട്ട് അത് ഫുൾ അടിച്ചുവാരി കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തി പുറത്ത് ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇത് അകത്തിരുന്ന് കാണുന്ന അവനാണ് ഇവള് സന്തോഷത്തിരിക്കുന്നുണ്ട്. അവന്റെ ഹാർട്ട് ബീറ്റ് എന്തിനാ കൂടുന്നെന്ന് പറഞ്ഞ് അവന് സന്തോഷത്തിരിക്കും. അങ്ങനെ ഇതേ സമയം തന്നെ മറ്റേ പ്രിൻസ് ജീസാനാണ് അയാളുടെ കൂടെയുള്ള ഒരാളാണ് ഇയാളുടെ അനുവാദം ഇല്ലാതെ അന്ന് ആ ഫോറസ്റ്റ് വെച്ച് രാജാവിനെ കൊല്ലാൻ നോക്കിയെന്ന് മനസ്സിലാവും. അങ്ങനെ അതുകൊണ്ട് ഒരു അറിയിപ്പില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രിൻസ് ജീസാനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടതെന്ന് അങ്ങേരെ വഴക്ക് പറയുമ്പം അയാൾ പേടിച്ചിട്ട് അതൊരു നല്ല സമയമായിട്ട് തോന്നിയുണ്ട് അനുവാദം ചോദിക്കാതെ തന്നെ രാജാവിനെ കൊല്ലാൻ നോക്കിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ചെയ്തിട്ട് ഇപ്പൊ മാപ്പ് വയ്ക്കുമ്പം ഇപ്പൊ ഇയാളാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ രാജാവിനെ കൊല്ലാൻ നോക്കിയവൻ ഇപ്പൊ ജീവനോടിരിക്കലെന്നറിഞ്ഞ് അവനെ കണ്ടെത്തുവാണ്. പിന്നെ ഇവരെല്ലാം പെട്ടുപോകുന്നു. ഇങ്ങേറെ ആൾക്കാരെ പറഞ്ഞയച്ച് അവനെ കൊല്ലാൻ വേണ്ടി പോകും. പക്ഷെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവനും ഒരു സ്ഥലത്തേക്ക് ചെന്ന് പതുങ്ങിയിരിക്കുമ്പോഴാണ് ആദ്യ ഫോറസ്റ്റ് വെച്ച് രാജാവിനെ കൊല്ലാൻ നോക്കിയത് വേറെ ആരുമല്ല, അത് രാജാവിന്റെ കൂടെയുള്ള ഗൊങ്കിൽ തന്നെയാണ്. കാരണം രാജാവിനെ കൊല്ലുന്ന പോലെ ഇവരെ സപ്പോർട്ട് ചെയ്താലേ യഥാർത്ഥത്തിൽ രാജാവിനെ കൊല്ലാൻ നോക്കുന്ന ആരാന്ന് ഇവനെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവനും ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞയച്ചത് പ്രിൻസ് ജീസാൻ രാജാവിന്റെ അങ്കിള് തന്നെയാന്ന് ഇവനിപ്പോ മനസ്സിലാക്കും. അതിനേശം അടുത്ത ദിവസം മറ്റേ അസാസിനെ കൊല്ലാൻ നോക്കിയില്ലെന്നറിഞ്ഞ് പ്രിൻസ് ജീസാനോടൊന്ന് അയാളുടെ ആൾക്കാരൊക്കെ പറയുമ്പം അയാൾ ഭയങ്കര ദേഷ്യത്തി നിന്നെ കൊണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവനെല്ലാം രാജാവ് കണ്ടെത്തുവാണ്. പിന്നെ ആദ്യം ഇവന്റെ ജീവനായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് പറഞ്ഞേക്കും. എന്നിട്ട് ഇവിടെ മൊക്ജുവും ഇന്ന് പ്രിൻസ്
പ്രിൻസ് ജീസാൻ ഒരു ഡോക്ടറായിട്ട് രാജാവിന്റെ ആരോഗ്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇവള് സന്തോഷത്തി രാജാവിന്റെ മനസ്സ് കവർന്നെടുക്കാൻ വേണ്ടി ഇന്നത്തെ ആഹാരം ഇവള് പറഞ്ഞു തന്നെ അവളുടെ കുക്കിനോട് ഉണ്ടാക്കാൻ വേണ്ടി പറയും. അതേസമയം ഇവിടെ രാജാവിന് വേണ്ടി ജിയോങ് ആഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൂടെ പ്രിൻസ് ജീസാനൊക്കെ വരുന്നെന്ന് പറഞ്ഞ് ഇവൾ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന പോലെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പം അതേസമയം മൊക്ജുവിന്റെ സെക്രട്ടറിയാണ് ആ കുക്കിനെ കാണാൻ വന്നിട്ട് മാഡം മൊക്ജു പറഞ്ഞ പോലെ ആഹാരമൊക്കെ ഇവനെ ഉണ്ടായിക്കൊണ്ടുവരാൻ പറയും. അതുകൊണ്ട് അയാളും ഇവിടെ പാചകം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജിയോങ്ങിനോട് ചെന്ന് അവനോട് സ്പെഷ്യലായിട്ട് മാഡം മൊക്ജു ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് പറയുമ്പം ഇതേക്കുന്ന ഇവരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ രാജാവ് ഇവരോട് ആഹാരം ഉണ്ടാക്കേണ്ടതെന്നൊന്നും പറയാത്തോണ്ട് ഇവരെന്നത്തെ പോലെയും പാചകം ചെയ്യാമോ എന്ന് പറഞ്ഞ് അവനെ മാഡമിന് ഇഷ്ടപ്പെട്ട ഫുഡ് തനിയെ ചെന്ന് ഉണ്ടായിക്കോളാൻ പറയും. അതുകൊണ്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇന്നത്തെ ദിവസം പാചകം ചെയ്യുന്നത്. അതിനുശേഷം രാജാവിന്റെ മുറിയിലേക്ക് ഇവർ രണ്ടുപേരും ഫുഡ് എടുത്തോണ്ട് ചെല്ലുമ്പം അവനാണ് ഇതെന്തിനാ രണ്ടുപേരും ഇങ്ങനെ ആഹാരം ഉണ്ടായിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞ് അവനും ചോദ്യം ചെയ്യും. അപ്പോഴാണ് മൊക്ജു ആണ് അവൾ ആദ്യമേ ആഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ച് പക്ഷെ ചീഫ് കുക്കാണ് ഇവളുടെ ആഹാരം ചിലപ്പോൾ രാജന് ഇഷ്ടപ്പെടത്തില്ലെന്ന് വിചാരിച്ച് അവൾ തനിയെ ഉണ്ടാക്കിയെന്ന് ആ കാര്യമൊക്കെ പറയും. അപ്പോഴാണ് ഇത് കേട്ട് ജിയോങ് ആണ് ടെൻഷനായി ഇവള് ചൈൽഡിഷ് പരിപാടി കാണിച്ച് പാര വയ്ക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിലേക്ക് ഇരിക്കും. അപ്പോഴാണ് രാജാവും അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല, ഞാൻ അവരോട് വേണ്ടെന്ന് പറയാത്തോണ്ടായിരിക്കും അവരെന്നത്തെയും പോലെ പാചകം ചെയ്തെന്ന് പറഞ്ഞ് അവൾ വിചാരിച്ച പോലെ ഇവന് സംസാരിക്കും. അതുകൊണ്ട് തന്നെ മൊക്ജും എങ്കിൽ പിന്നെ അവളുടെ തെറ്റാന്ന് പറഞ്ഞ് രാജാവിനെ ഫുഡ് കഴിച്ചു നോക്കാൻ വേണ്ടി പറയുമ്പം അവനാണ് ഡോക്ടർ ഇപ്പം ആരോഗ്യമൊക്കെ നോക്കിയിട്ട് കോൾഡ് ഫുഡൊന്നും കഴിക്കില്ലെന്നാ പറഞ്ഞ് പക്ഷെ ഇവളുണ്ടായിക്കൊണ്ടെന്ന് തണുത്ത ഫുഡാന്ന് പറയും. അതുകൊണ്ട് അവള് മൊത്തം ചമ്മിപ്പോകുമ്പം അടുത്തിരുന്ന മറ്റേ പ്രിൻസ് ജീസാനും ഇവളെ സപ്പോർട്ട് ചെയ്ത് ഈ ഫുഡൊക്കെ കാണാൻ കിടിലാണല്ലോ എന്ന് പറഞ്ഞ് ഇതങ്ങനെ ഉണ്ടാക്കിയെന്ന് അയാൾ കുറെ ചോദിച്ചോണ്ടിരിക്കും. കാരണം മൊക്ജുവിനെ രാജാവിന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് അവൾ ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ കഴിച്ചു നോക്കി രാജാവിനോട് മാഡം മൊക്ജുക്ക് നല്ല സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് കുറെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ അതിനുശേഷം ജിയോങ് അവൾ ഉണ്ടായിക്കൊണ്ടെന്ന് ഫുഡ് എടുത്ത് കാണിക്കുമ്പോഴാണ് ഇവരൊക്കെ ഇതിനുമ്പ് ഇങ്ങനെ സാധനം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അതുകൊണ്ട് അത് ആദ്യമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അവർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. അതുകൊണ്ട് അവരെല്ലാം മൊക്ജു ഉണ്ടായിക്കൊണ്ടെന്ന് ഫുഡൊന്നും കഴിക്കാതെ എല്ലാം ഇവളുടെ ഫുഡായിരിക്കും അടിച്ചുവാരി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻസ് ജീസാനോലും ജിയോങ്ങിന്റെ ഫുഡാണ് അവസാനം കഴിച്ചു തീർക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കണ്ട് മൊക്ജു ആണ് മൊത്തത്തിൽ അസൂയപ്പെട്ടിരിക്കും. അതിനുശേഷം പ്രിൻസ് ജീസാനും രണ്ടുപേരുടെ ഫുഡ് അടിപൊളിയായിരുന്നു പറഞ്ഞിട്ട് ഇവർക്ക് എന്തേലും രാജാവ് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പം മൊക്ജു ആണ് അവൾക്ക് വേറൊന്നും വേണ്ട, രാജാവ് ആരോഗ്യത്തോടെ ഇരുന്നാൽ തന്നെ അവൾക്ക് സന്തോഷമെന്ന് പറയും. അപ്പോഴാണ് അതിനുശേഷം ജിയോങ്ങിന് എന്ത് ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് അവർ ചോദിക്കുമ്പം ഇവിടെ രാജാവും അവൾക്ക് സത്യം പറഞ്ഞ് എന്തോ വേണ്ടെന്ന് പറഞ്ഞ് ഇവന് കുറെ എക്സൈറ്റ്മെന്റ് ഇരിക്കും. അപ്പോഴാണ് അവളും ഈ സമയത്ത് അവളുടെ ഹാൻഡ് ബാഗ് വേണമെന്നൊക്കെ പറഞ്ഞ പിന്നെ മൊക്ജു എല്ലാം ഇത് കേട്ട് വല്ല പണി വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവൾ അതൊന്നും ചോദിക്കാതെ അവൾക്ക് പാചകം ചെയ്യാനുള്ള പുതിയ പുതിയ സാധനങ്ങൾ കിട്ടിയാൽ തന്നെ അവൾ സന്തോഷമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ഇപ്പോഴും പാചകത്തിനെ കുറിച്ച് മാത്രമുള്ള ചിന്തയെന്ന് പറഞ്ഞ് അവരൊക്കെ ചുമ്മാ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ ഇവൾക്ക് വേണ്ടത് ആ ഹാൻഡ് ബാഗ് ആണ്. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.